ഹോങ്കോങ്ങിൽ നിന്ന് നമുക്കൊരു അപകടത്തിന്റെ ഒരു ദുരന്ത വാർത്ത, വലിയൊരു വാർത്ത, സങ്കടം നിറഞ്ഞ ഒരു വാർത്തയാണ് വരുന്നത്. അവിടെ തായ്പോ ജില്ലയിൽ പാർപ്പിട സമുച്ചയങ്ങൾക്ക് വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായിരുന്നു. അതിൽ മരിച്ചവരുടെ എണ്ണം ഉയരുകയാണ്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 44 പേർ മരണപ്പെട്ടു എന്ന് പറയുന്നു. 200-ലധികം ആളുകളെ കാണാനില്ല. 279 പേരെ കാണാനില്ല എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. നിരവധി പേർ കെട്ടിടത്തിനുള്ളിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്ന ആശങ്കാജനകമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു, കാണാതായവർക്കായുള്ള തെരച്ചിൽ എങ്ങനെ നടക്കുന്നു എന്നൊക്കെ നോക്കേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈലാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സുഹൈൽ, എന്താണ് തീപിടുത്തത്തിന്റെ വിശദാംശങ്ങൾ? ഇപ്പോൾ മരണസംഖ്യ ഉയർന്നു വരുന്നത് വലിയ ആശങ്ക നൽകുന്നുണ്ട്. കാണാതായവർക്കായുള്ള തെരച്ചിലൊക്കെ എങ്ങനെ നടക്കുന്നു? ദിവ്യ സൈഫു, 19 മണിക്കൂറായി ഹോങ്കോങ്ങിൽ തീപിടുത്തമുണ്ടായിട്ട്. 19 മണിക്കൂർ നിർത്താതെയുള്ള ഈ അഗ്നിശമന സേനാംഗങ്ങളുടെ ദൗത്യം പിന്നിടുമ്പോഴും 800-ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് അവിടെയുള്ളത്. അത്രയും ആളുകൾ അവിടെ പണിയെടുത്തിട്ടും ഇപ്പോഴും തീ അണക്കാൻ സാധിച്ചിട്ടില്ല പൂർണ്ണമായും എന്നുള്ളതാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 31 നിലകളുള്ള കെട്ടിടങ്ങൾ, അത് 8 സമുച്ചയങ്ങളുണ്ട്. അതിൽ 4 മാത്രമാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായത്. 4 കെട്ടിടങ്ങൾ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാകാതെ പോകുന്നു എന്നുള്ളതാണ്. 2000 ഫ്ളാറ്റുകൾ, അതിൽ 4800 പേരാണ് ഉണ്ടായിരുന്നത്. 4800 പേരിൽ ഭൂരിഭാഗം ആളുകളും മുതിർന്ന ആളുകളായിരുന്നു, മുതിർന്ന പൗരന്മാരായിരുന്നു. കനത്ത ചൂട് കാരണം അതിന്റെ മുകൾ നിലയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തതാണ് ഇത്രയും ആളുകളെ കാണാൻ ഇല്ലാത്തതിന് കാരണം. 279 എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആ 279 നിലവിലുള്ള 44 ചേരുമ്പോൾ ഒരുപക്ഷെ മരണസംഖ്യ കുത്തനെ ഉയരാനുള്ള സാധ്യതയുണ്ട്. 44 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 45 പേർ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾ, 45 പേർ ഗുരുതരാവസ്ഥയിലാണ്. അവർ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. അപ്പോൾ സമീപകാലത്ത് ഹോങ്കോങ് കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2ാം ലോക യുദ്ധത്തിന് ശേഷം ഹോങ്കോങ് കണ്ട ഏറ്റവും വലിയ തീപിടുത്തം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കെട്ടിടങ്ങൾക്ക് പുറത്ത് സ്ഥാപിച്ചിരുന്ന മുള കൊണ്ടുള്ള തട്ടുകൾ, അത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചതായിരുന്നു. അത് അവിടെ തീ പടർന്നതാണ്. ഇത്രയും വലിയ എല്ലാ നിലകളിലേക്കും ഒരേ സമയത്ത് ഈ ഒരു തീ പടരാനുള്ള ഒരു കാരണം. ഇതായിരുന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 3 നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അതിവേഗം തീ പടർന്നത്, അതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹോങ്കോങ് അടുത്തിടെ സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ അപകടം, ഏറ്റവും വലിയ തീപിടുത്തം, അതിന്റെ നടുക്കത്തിലും ഞെട്ടലുമാണ് രാജ്യമുള്ളത്. വേഗത്തിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി കഴിയുന്ന കാണാതായവരെയൊക്കെ ഉടനെ കണ്ടെത്താൻ കഴിയട്ടെ. വലിയ രീതിയിൽ ഇനി ആ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടാതിരിക്കട്ടെ. നമുക്ക് ദിവ്യ